100% ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, നിലമ്പൂരിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിധികളാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നത്. മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ ഇടതുപക്ഷത്തിന് സീറ്റ് പിടിച്ചെടുക്കുന്നു. നിലവിലുള്ള സീറ്റുകൾ അതിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് വിധികൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായും. മാത്രമല്ല, ഒരു കാലത്തുമില്ലാത്തതുപോലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ നടത്താൻ സാധിച്ചു. വോട്ട് ചേർക്കുന്ന കാര്യമാണെങ്കിലും, അത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും, ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കലാണെങ്കിലും, ചുമരെഴുത്ത് പോലും നടത്തിക്കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ പേരിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസമുണ്ട്. രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ്. എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അത് ഇതിൽ എല്ലാവരും ഒരുമിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും നടത്തുക. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒറ്റക്കെട്ടായിട്ടായും ഞങ്ങൾ മുന്നോട്ട് പോവുക. അത് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ആരാണ് സ്ഥാനാർത്ഥി എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അല്ലെങ്കിൽ UDF തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങളിൽ ആരെങ്കിലും ആയാലും അത് നിർവഹിക്കപ്പെടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞത്. എങ്ങനെ മണ്ഡലത്തിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് പിന്നെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. നേതൃത്വം ആ കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊക്കെയുള്ള വ്യക്തവും യുക്തവുമായ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ല, അതൊക്കെ നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കുക. നേതൃത്വം അതിനുവേണ്ടി അല്ല. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളിൽ UDF നേതൃത്വം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് UDF നേതൃത്വം ആ കാര്യത്തിലൊക്കെ യുക്തവും വ്യക്തവുമായ തീരുമാനമെടുക്കും. യാതൊരു സംശയം അല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. വീണ്ടും പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളും ചർച്ചകളും ഒക്കെ UDF ആണ് തീരുമാനിക്കേണ്ടത്. ആ UDF ആ കാര്യങ്ങളിൽ വ്യക്തവും സുവ്യക്തവുമായ തീരുമാനം ഉണ്ടാവുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കബറിടത്തിലേക്ക് പോവും. അത് കഴിഞ്ഞതിന് ശേഷം പാണക്കാട് പോവും. പാണക്കാട് പോയതിന് ശേഷം ബാക്കിയുള്ള DCC ഓഫീസിലൊക്കെ പോയി ബാക്കിയുള്ള നേതാക്കളെയൊക്കെ കണ്ട് സംസാരിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെയും K കരുണാകരൻ പിന്നെ നേതാവിൻ്റെയും ഒക്കെ പിന്നെ അവരുടെയൊക്കെ കബറിടത്തിൽ പോയി സന്ദർശിച്ച് അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ളത് തുടങ്ങുന്നത്. നാളെ രാവിലെ മുതൽ